നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ദീപോസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അരവിന്ദേ, ഈ ഇടയ്ക്ക് നമ്മുടെ ഏറ്റവും പ്രശസ്തനായിട്ടൊരാളുടെ ബർത്ത്ഡേ ആയിരുന്നു, 50ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ അത് ആരെന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകൾ പറയാം. അത് ആരെന്ന് അരവിന്ദ് പറയണം. അതായത് കാതൽ റോജാവേ, അഞ്ജലി അഞ്ജലി, മുൻപേവ, ഉയിരെ, ജയ് ഹോ, ഇങ്ങനെ ഒരുപാട് നീണ്ട നിരയുടെ ഒരു കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ആരെ മനസ്സിലായി കാണുമല്ലോ. ആരാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വേറെ ആരുമല്ല, നമ്മുടെ AR റഹ്മാൻ. അതെ, കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകളെ പറ്റി പറയണമെങ്കിൽ ഇപ്പൊ എല്ലാവരും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാണ്. ഞാനിപ്പോ ഇത്രയും പാട്ട് പറഞ്ഞപ്പോ ആ ലെജൻഡിന്റെ ആ ഒരു മഹാപ്രഗത്ഭനായിട്ടുള്ള ഒരു സോങ്സിന്റെ ലിസ്റ്റ്. കാരണം അദ്ദേഹത്തിന്റെ ഏത് സോങ് എടുത്താൽ നമ്മൾ അത്രത്തോളം മാസ്മരികമായിട്ടുള്ള ആ ഒരു മ്യൂസിക് കമ്പോസിഷൻ സത്യം പറഞ്ഞാൽ നമ്മുടെ അന്ന് ഇന്ന് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇപ്പോൾ AR റഹ്മാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാട്ടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ ആദ്യ സെഗ്മെന്റ് എന്ന് പറയുന്നതും ഒരു സംഗീത സാന്ദ്രമായ ഒരു സെഗ്മെന്റ് ആണ്. നമുക്കൊരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും, നമുക്ക് കാണാം. ശുഭസംഗീതം. ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നിളയുടെ നിർമ്മല നീർത്തടത്തിൽ. ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നിളയുടെ നിർമ്മല നീർത്തടത്തിൽ. തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു കവനങ്ങൾ, ഗാഥകൾ, കിളിമൊഴികൾ. തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു കവനങ്ങൾ, ഗാഥകൾ, കിളിമൊഴികൾ. ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നിളയുടെ നിർമ്മല നീർത്തടത്തിൽ. ചരിത്ര മുഹൂർത്തങ്ങളെ വിരൽ ചൂടുന്ന സെഗ്മെന്റ് ആണ് അടുത്തത്. കാണാം ചരിത്രത്തിൽ ഇന്ന്. ഒരുപാട് ലിസ്റ്റ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് അരവിന്ദേ? ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് വെച്ചാൽ ബോംബെയിലെ പാട്ടുകളാണ്. ഉയിരെ ഉയിരെ എന്നൊരു പാട്ടുണ്ട്. നമ്മുടെ അരവിന്ദ് സ്വാമി ഒരു കടൽക്കരയിൽ നിന്ന് ഭയങ്കര എന്താ പറയുക ഇമോഷണൽ ആയിട്ട് പാടുന്ന ഒരു പാട്ട്. ആ പാട്ടിന് ഒരു പക്ഷെ ജീവൻ നൽകുന്ന ഒരു പക്ഷെ AR റഹ്മാൻ എന്നൊരു മെജിഷ്യന്റെ സംഗീതമായിരിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ സെഗ്മെന്റിലോട്ട് തന്നെ കടക്കാം. ആരോഗ്യരംഗത്തെ പുതിയ രോഗങ്ങളും അവരുടെ ലക്ഷണങ്ങളും വിവരങ്ങളൊക്കെ പറ്റി പറയുന്ന അടുത്ത സെഗ്മെന്റാണ് അടുത്തത്. നമുക്ക് എന്തായാലും കാണാം. മാർത്തഡബിൾ അവതരിപ്പിക്കുന്ന ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ പൊതുവെ ജീവിതശൈലി രോഗങ്ങളെന്ന് പൊതുവെ പറയാറുണ്ട്. ആരോഗ്യ പ്രശ്നത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷേ ജീവിതശൈലി രോഗങ്ങൾ പറയുമ്പോൾ നമ്മൾ കരുതുന്നത് പ്രമേഹ രോഗം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. പക്ഷേ ഇതിനേക്കാളുമൊക്കെ പ്രാധാന്യം അർഹിക്കുന്നതും പൂർണ്ണമായിട്ടും തടയാവുന്നതുമായിട്ടുള്ള വേറെയും പല രോഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമുക്ക് തന്നെ അതിശയം തോന്നും. ഡോക്ടർമാർക്ക് തന്നെ 2-3 വർഷങ്ങൾക്ക് മുമ്പേ വൈറ്റമിൻ ഡി കുറവ് കൊണ്ട് രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അതിശയം പോലെയാണ് തോന്നിയത്. കാരണം ഇത്രയും സൂര്യപ്രകാശം ഉള്ള ഒരു രാജ്യം, ജനങ്ങൾ തന്നെ മിക്കവാറും വെയിലത്തും ഒക്കെ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണ. പക്ഷേ നമുക്ക് മനസ്സിലായി ക്രമേണ ജീവിതശൈലി മാറുന്നതനുസരിച്ച് ഇപ്പോൾ വെയിൽ കൊള്ളുന്ന വ്യക്തികൾ ആരും തന്നെ ഇല്ല. ഈ പാടത്ത് ജോലി ചെയ്യുന്നവരുടെ എണ്ണം തന്നെ കുറഞ്ഞു വരും. കുട്ടികളാകട്ടെ, പണ്ടൊക്കെ വളരെ ദൂരം നടന്ന് സ്കൂളിൽ പോവുക, സ്കൂളിൽ പഠനം കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഇൻ്റർവെൽ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും കളിക്കാൻ, വെയിലത്ത് കളിക്കാൻ പോവുക, ഓടിക്കളിക്കുക.
ഇതുപോലുള്ളത് വളരെ സാധാരണമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ നിന്ന് AC കാറിൽ കയറുന്നു, സ്കൂളിൽ പോയി എത്തുന്നു, അവിടെയും ഉടുപ്പിൽ ഒരു പൊടിയും തട്ടാതെ ചുളുക്ക് വീഴാതെ വീട്ടിൽ എത്തുന്നു എന്നുള്ളതാണ് അമ്മമാർ നോക്കുന്നത്. അപ്പോൾ വ്യായാമം, വെയിൽ കൊള്ളൽ ഇപ്പോൾ തീരെയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെ കുട്ടികളുടെ വളർച്ച വളരെയേറെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ ഒരു സത്യമാണ്. വൈറ്റമിൻ ഡി ദിവസം ഏകദേശം 400 യൂണിറ്റ് നമുക്ക് ആവശ്യമാണ്. അത് സാധാരണഗതിയിൽ ഒരു മരുന്നും ഗുളികയും ഇല്ലാതെ തന്നെ ഒരാഴ്ചയിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ വെയിൽ കൊള്ളുകയാണെങ്കിൽ ഈ വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് റേ നമ്മുടെ ശരീരത്തിൽ പതിക്കുകയും ത്വക്കിൽ നിന്ന് തന്നെ ഇത് ഉദ്ഭവിക്കുകയും അത് പിന്നീട് വൃക്കയിലും കരളിലും പോയിട്ട് വൈറ്റമിൻ ഡി ആയി മാറുകയും ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ഡിയും കാൽസ്യവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വേണ്ടത്. പക്ഷെ അതിന് പകരം വെയിൽ കൊള്ളാതെ ജീവിത രീതി മാറിയതോടുകൂടി വൈറ്റമിൻ ഡി തന്നെ കുറഞ്ഞ ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ സ്കൂളിലൊക്കെ മീൻ ഗുളിക എന്നൊക്കെ പറഞ്ഞ് വൈറ്റമിൻ ഡി അടങ്ങുന്ന ഗുളികകൾ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അതും നിർത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ അഭാവം ഒരു കുട്ടിയുടെ വളർച്ചയെ വല്ലാതെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ച, അതും അതിൽ ഒതുങ്ങി നിൽക്കാതെ പേശികളുടെ ബലം, തലച്ചോറിൻ്റെ പ്രവർത്തനം എല്ലാം തന്നെ വൈറ്റമിൻ ഡി കുറവ് കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എല്ലിനെ ബാധിക്കുന്നുള്ള നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടിയുടെ വളർച്ച കുറയുന്നുണ്ട്, പിന്നെ സന്ധികൾക്ക് വീക്കം വരുന്നുണ്ട്, എല്ലുകൾ പെട്ടെന്ന് ചെറിയ വീഴ്ചയിൽ തന്നെ എല്ല് പൊട്ടുന്നു, പിന്നെ നെഞ്ച് തന്നെ കൂട് കെട്ടിയതുപോലെ ഉള്ള രീതിയിലാകുന്നു. അതുകൊണ്ട് തന്നെ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതിനുപരിയായിട്ട് പേശികളെ ബാധിക്കുന്നു. നമ്മുടെ പഠന വൈകല്യം ഉണ്ടാകാൻ ഒരു കാരണം തന്നെ വൈറ്റമിൻ ഡി കുറവാണെന്നുള്ളത് പല ഗവേഷണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. ഓട്ടിസം എന്ന് നമ്മൾ പറയുന്ന രോഗം, സംസാരിക്കാനും കേൾക്കാനും ഉള്ള ശക്തി കുറയുന്നു കുട്ടികളിൽ. അതും തല അമിതമായിട്ട് വലുതാകുന്നു, തലയ്ക്കകത്ത് വെള്ളക്കെട്ട് വരുന്നു. ഇങ്ങനെ പല പല രോഗങ്ങൾ വൈറ്റമിൻ ഡി കുറവ് കൊണ്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ കുറച്ച് പ്രായമായവരിൽ എല്ലിൻ്റെ ബലം കുറയുന്നത് മാത്രമല്ല, ക്യാൻസർ രോഗം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. കുട്ടികളിൽ തന്നെ പലപ്പോഴും അടിക്കടി വരുന്ന ന്യൂമോണിയയും ശ്വാസകോശ രോഗങ്ങളും എന്തുകൊണ്ടെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതും പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് തന്നെയാണെന്നാണ് കാണുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നമ്മൾ വെയിൽ കൊണ്ടാൽ തന്നെ ലഭിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് വെയിൽ കൊള്ളുന്ന എത്ര കുട്ടികളുണ്ടെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വൈറ്റമിൻ ഡി നമ്മൾ നൽകേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 400 യൂണിറ്റ് ഒരു ദിവസം നമ്മൾ നൽകേണ്ടതാണ്. നൽകിക്കഴിഞ്ഞാൽ ഈ കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മറുവശം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വൈറ്റമിൻ ഡി കുറവുണ്ടെന്ന് കരുതി വളരെ ഹൈ ഡോസ് വൈറ്റമിൻ ഡിയും ചിലപ്പോൾ നൽകാറുണ്ട് കുട്ടികൾക്ക്. 30,000 40,000 യൂണിറ്റ് വരെ അത് പ്രായമായവർ നൽകേണ്ട ഒരു ഡോസാണ്. അങ്ങനെ നൽകിയാൽ പോലും വൈറ്റമിൻ ഡി കൂടുന്നതുകൊണ്ട് തന്നെ പല രോഗങ്ങളുണ്ടാകാം. കാരണം ബി കോംപ്ലക്സ് വൈറ്റമിൻസ് നമ്മൾ എത്ര എടുത്താലും അത് വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻ ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തേക്കുള്ള വൈറ്റമിൻ അത് വിയർപ്പ് വഴിയോ മൂത്രം വഴിയോ മറ്റോ ഒക്കെ അത് വെളിയിലോട്ട് തള്ളിക്കളയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ ഇതുപോലുള്ള വൈറ്റമിൻസ് ആവശ്യത്തേക്കുള്ള എടുത്തു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ തന്നെ തങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വൃക്കയിലും കരളിലും ഒക്കെ തങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൃക്കയുടെയും കരളിൻ്റെ രോഗം വരാം, പേശികൾക്ക് ബലക്കുറവ് വരാം, ക്ഷീണമുണ്ടാകാം, വൃക്കയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പല രോഗങ്ങളും കൂടുന്നതുകൊണ്ടും ഉണ്ടാകാം. സാധാരണഗതിയിൽ നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ രക്തത്തിൽ ഒരു 30 നാനോ ഗ്രാംസ് പെർ ml അത്രയും അളവ് വൈറ്റമിൻ ഡി ശരീരത്തിൽ കാണണം രക്തത്തിൽ. അപ്പോൾ അതിൽ നിന്ന് അമിതമായിട്ട് കുറയുകയോ കൂടുകയോ ചെയ്താൽ അത് ദോഷകരമാണ്. പലപ്പോഴും കുറഞ്ഞതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ നൽകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ കുട്ടിയുടെ ബുദ്ധിവികാസത്തിനും
വളർച്ചയ്ക്കും പല്ലിൻ്റെ ബലത്തിനും ഒക്കെ തന്നെ വൈറ്റമിൻ ഡി വളരെ ആവശ്യമാണ്. അത് നിശ്ചിത തോതിൽ നമ്മൾ നൽകേണ്ടതാണ്. പിന്നെ വൈറ്റമിൻ ഡി അടങ്ങുന്ന ആഹാരം എന്തൊക്കെയെന്ന് പരിശോധിച്ചാൽ മുട്ട ഏറെ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി കിട്ടും. പക്ഷേ അമിതമായിട്ട് മുട്ട കഴിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ പാല് കുടിക്കുകയാണെങ്കിലും വൈറ്റമിൻ ഡി അതുവഴി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പാല് ഒരു 10 ലിറ്റർ പാല് ഒരു ദിവസം കുടിച്ചാലേ ഒരു 400 യൂണിറ്റ് വൈറ്റമിൻ ഡി ശരീരത്തിൽ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അത്രയും സ്വാഭാവികമായിട്ട് നമുക്ക് കുടിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ടും വെയിൽ കൊള്ളുക, കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും വെയിൽ കൊള്ളുക. നമ്മൾ വെയിൽ കൊള്ളണം എന്ന് പറയുമ്പോൾ സാധാരണ അതിരാവിലെയുള്ള നടത്ത അല്ലെങ്കിൽ വൈകിട്ടത്തെ നടത്ത, ഇതുകൊണ്ട് വെയിൽ കൊള്ളുന്നു വൈറ്റമിൻ ഡി ലഭിക്കുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ശരിക്കും വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കപ്പെടുന്ന വിധത്തിലുള്ള വെയിൽ കൊള്ളണമെങ്കിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണിക്കകത്തുള്ള വെയിൽ കൊണ്ടിരിക്കണം. അത് ആഴ്ചയിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഞായറാഴ്ച തോറും വീട്ടിൽ ചുറ്റുപാടും കുറച്ച് വൃത്തിയാക്കുക, അല്ലെങ്കിൽ കുറച്ച് കളിക്കുക, ഇതുപോലുള്ള അല്ലെ കുറച്ച് നടക്കുക, 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ പറഞ്ഞ രോഗങ്ങൾ കൂടാതെ നമ്മളെ ബാധിക്കുന്ന പല രോഗങ്ങളിലും വൈറ്റമിൻ ഡി കുറവ് ഒരു ഘടകമാണ്. ഹൃദയരോഗമാണെങ്കിലും വൃക്കരോഗമാണെങ്കിലും തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണെങ്കിലും രക്തസമ്മർദ്ദമാണെങ്കിലും എല്ലാത്തിലും തന്നെ വൈറ്റമിൻ ഡിയുടെ അഭാവം ഒരു ഘടകമാണെന്നുള്ളത് ഇപ്പോഴുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ വൈറ്റമിൻ ഡി കുറവ് പ്രധാന ഒരു രോഗമായിട്ട് നമ്മൾ കരുതണം. അത് പൂർണ്ണമായിട്ടും തടയാവുന്നതാണ്. ആഴ്ചയിൽ 2 മണിക്കൂറെങ്കിലും വെയിൽ കൊണ്ടാൽ മതി. അതല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളില്ലെങ്കിലും നമ്മൾ വൈറ്റമിൻ ഡി ആഴ്ചയിൽ ഒരിക്കൽ പ്രായമായവരിൽ ഏകദേശം ഒരു 1000 യൂണിറ്റ് വരെ ഉപയോഗിക്കുക. കുട്ടികളാണെങ്കിൽ ഒരു ദിവസം 400 യൂണിറ്റെങ്കിലും ലഭിക്കത്തക്ക വിധത്തിൽ എടുക്കുക. പിന്നെ വൈറ്റമിൻ ഡിയുടെ ശരീരത്തിലെ തോതനുസരിച്ച് കൂടുതൽ വൈറ്റമിൻ ഡി എടുക്കേണ്ട സാഹചര്യം വരുവാണെങ്കിൽ അതും എടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് AR റഹ്മാൻ എന്നൊരു മാസ്മരിക സംഗീതജ്ഞനെയാണ്. പക്ഷേ AS ദിലീപ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു പണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ AR റഹ്മാന്റെ പഴയകാല നാമമാണ് AS ദിലീപ് കുമാർ. അദ്ദേഹത്തിന്റെ അച്ഛൻ RK ശേഖർ സിനിമകളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതോടൊപ്പം ഒരു കണ്ടക്ടറായിരുന്നു. ശേഷം അദ്ദേഹത്തിൻ്റെ, അതായത് AR റഹ്മാന്റെ 9ാം വയസ്സിലാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നത്. ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്ന സുരേഷ് പീറ്റേഴ്സ്, അതോടൊപ്പം തന്നെ ശിവമണി, അവരോടൊപ്പമുള്ള ഒരു സൗഹൃദത്തിന്റെ പുറത്ത് അവർ ഒരു ബാൻഡ് രൂപീകരിക്കുകയുണ്ടായി. ഏത് ബാൻഡെന്നറിയുമോ? റൂട്ട്സ് എന്നാണ് ആ ബാൻഡിന്റെ പേര്. ഇന്ന് ആ റൂട്ട്സ് എന്നൊരു ബാൻഡ് ആ ഒരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയിൽ ആരംഭിച്ചൊരു ബാൻഡാണ്. ഇന്ന് അത് ലോക പ്രശസ്തമായി നിൽക്കുന്ന ഒരു ബാൻഡാണ്. ഒരുപക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ഒരു AR റഹ്മാന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് അവരുടെ സുഹൃത്തുക്കളും ആ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് തുടങ്ങിയ ഒരു ബാൻഡായിരിക്കും. അപ്പൊ നമ്മൾ AR റഹ്മാൻ സാറിന്റെ ജീവിതത്തിലെ വഴിത്തിരിവിനെ പറ്റി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കാൻ എടുത്ത സെഗ്മെന്റാണ് അടുത്തത്. നമുക്ക് കാണാം പ്രവീൺ പരമേശ്വരൻ അവതരിപ്പിക്കുന്ന വഴിത്തിരിവ്. ഇന്ന് ഡേവിഡിന്റെ ജീവിതത്തിലെ ഒരു കഥയാണ്. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഡേവിഡ്. ചെറിയൊരു ബിസിനസ്, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം, ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന വരുമാനം വെച്ചുകൊണ്ട് ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സന്തോഷത്തോടുകൂടെ ഡേവിഡ് ജീവിച്ചു. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം ഡേവിഡിന്റെ ബിസിനസ് തകർന്നു. ബിസിനസ് തകർന്നതിനനുസരിച്ച് കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ പ്രശ്നം ഒരിടത്ത് തുടങ്ങിയാൽ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്നത് പോലെ എല്ലായിടത്തും പ്രശ്നങ്ങളായി വല്ലാത്ത മാനസിക സംഘർഷത്തിലേക്ക് ഡേവിഡ് എത്തിപ്പെട്ടു. സാമ്പത്തികമായി ഒരു ദുരന്തത്തിലാണ്. കാര്യമായ രീതിയിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയുകയുള്ളൂ എന്നത് ഡേവിഡിന് ഉറപ്പുമാണ്. ആ വിഷമത്തോടുകൂടെ ഒരു കടൽക്കരയിലൂടെ ഡേവിഡ് ഇങ്ങനെ നടക്കുകയാണ്. കടലിലൂടെ വെറുതെ ഇങ്ങനെ തിരകൾ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. പലപ്പോഴും മനസ്സിലിങ്ങനെ വിഷമത്തിൻ്റെ ഭാരമുണ്ടാകുമ്പോൾ കടലിലേക്ക് പോവുക, അല്ലെങ്കിൽ കാടിലൂടെ ഒരു ട്രക്കിങ്ങിന് പോവുക, ഇതൊക്കെ ഒരുപാട് സുഖം നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഡേവിഡും തൻ്റെ ഒരു മനഃശാന്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കടൽക്കരയിലൂടെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ നടന്ന് കുറേ മുന്നോട്ട് പോയപ്പോൾ ചില പാറക്കെട്ടുകളുടെ അടുത്തേക്ക് ഡേവിഡ് എത്തി. ഇത്രയും കാലം ഈ കടപ്പുറത്ത് വന്നിട്ടും ഇതുവരെയും താൻ ഈ പാറക്കെട്ടുകളുടെ അടുത്തേക്ക് നടന്നു വന്നിട്ടില്ലല്ലോ എന്ന് ഡേവിഡ് ചിന്തിക്കുകയും ചെയ്തു.
പതിയെ ആ പാറയുടെ മുകളിലേക്ക് കയറി 1-2 പാറകൾ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോൾ ഒരു ചെറിയ ഗുഹ ഡേവിഡിൻ്റെ മുന്നിൽ വന്നു. ആ ഒരു ചെറിയൊരു പാറയുടെ ഒരു വിടവ്, ഒരു വലിയ ഗുഹയെന്നൊരു പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല, ഒരു ചെറിയ പാറയുടെ വിടവ്. ആ വിടവിലൂടെ ഡേവിഡ് ഒന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കുറേ കളിമണ്ണിൻ്റെ ബോൾസാണ്, കുറച്ച് ക്ലേ ബോൾസാണ് അവിടെ ഡേവിഡിന് കാണാൻ കഴിഞ്ഞത്. കുറേ ബോളുകളുണ്ട്, അതൊരു കുട്ടയിലാക്കി വെച്ചിരിക്കുകയാണ്. ഡേവിഡ് അതെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തേക്കെടുത്ത് ഒന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തൊക്കെ നോക്കി, കയ്യിൽ വെച്ച് വെറുതെ ഒന്ന് മുകളിലേക്ക് എറിഞ്ഞു നോക്കി, കയ്യിലേക്ക് തിരിച്ചു വന്ന് വീണു. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ കുറച്ച് കളിമണ്ണിൻ്റെ ബോളുകളാണ് ഇവയെല്ലാം. ഇതുമെടുത്ത് ഡേവിഡ് നേരെ കടപ്പുറത്തൊരിടത്ത് പോയിരുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാറയുടെ മുകളിലായിട്ട് ഡേവിഡ് പോയിരുന്നു. അവിടെ ഇരുന്നിട്ട് ഓരോ ബോളുകളായിട്ട് കടലിലേക്ക് എറിഞ്ഞ് കളിച്ചു തുടങ്ങി. ഓരോ ബോളുകളായിട്ട് ഡേവിഡ് കടലിലേക്ക് എറിയുന്നു. അതിങ്ങനെ തിരമാലയിൽ ഒന്ന് ഓളം വെട്ടി കടലിനുള്ളിലേക്ക് മറഞ്ഞു പോകുന്നത് ഡേവിഡ് ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെ 1 എറിഞ്ഞു, 2 എറിഞ്ഞു, 3 എറിഞ്ഞു. ഇതിനിടയിൽ ഒരു ബോൾ എറിഞ്ഞപ്പോൾ അത് കടലിലേക്ക് വീഴാതെ ആ പാറക്കെട്ടിലേക്ക് വീഴുകയും ആ ബോൾ പൊട്ടുകയും ചെയ്തു. അത് പൊട്ടിയപ്പോഴാണ് ഡേവിഡ് അതിനുള്ളിൽ എന്തോ ഉണ്ട് എന്ന് ശ്രദ്ധിച്ചത്. അങ്ങനെ അത് വീണ സ്ഥലത്തേക്ക് ഡേവിഡ് പോയി നോക്കിയപ്പോൾ അവിടെ അയാൾക്ക് കാണാൻ കഴിഞ്ഞത് ആ കളിമൺ ബോളുകൾക്കുള്ളിൽ വജ്രക്കല്ലുകളാണ് ഇരിക്കുന്നത്. ഞെട്ടലോടുകൂടെയാണ് അയാൾ അത് കണ്ടത്. ആ ഒരു കളിമൺ ബോളിനുള്ളിൽ 2-3 വജ്രക്കല്ലുകൾ, ഒരു പക്ഷേ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള 2-3 വജ്രക്കല്ലുകൾ തിരിച്ചു വന്നു. തൻ്റെ കുട്ടയിൽ ബാക്കിയിരിക്കുന്ന ഓരോ കളിമൺ ബോളുകളായിട്ട് ഡേവിഡ് പൊട്ടിച്ചു നോക്കി. ഓരോന്ന് പൊട്ടിക്കുമ്പോഴും അതിനുള്ളിലെല്ലാം വിലയേറിയ വജ്രക്കല്ലുകൾ ഡേവിഡിന് കാണുവാൻ കഴിഞ്ഞു. അയാൾ ഒന്ന് എണ്ണി നോക്കി, ഇനി 12 ബോളുകളാണ് തൻ്റെ കയ്യിൽ ബാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് ആലോചിച്ചു, ഞാനിത് എടുത്തപ്പോൾ എത്രയുണ്ടായിരുന്നു? ഏതാണ്ട് 50ഓളം ബോളുകൾ ഉണ്ടായിരുന്നു. 50ഓളം ക്ലേ ബോളുകൾ ഉണ്ടായിരുന്നു ഡേവിഡ് ആ കുട്ടയിൽ നിന്നും ആദ്യമായിട്ട് കുട്ട എടുത്ത സമയത്ത്. ഏതാണ്ട് 10-30 ബോളുകൾ അയാൾ എറിഞ്ഞ് കടലിലേക്ക് കളഞ്ഞു. ബാക്കിയുള്ള 12 ക്ലേ ബോൾസിനുള്ളിൽ നിന്ന് കിട്ടിയ ഡയമണ്ട്സിനെയും വിറ്റ് കിട്ടിയ കാശുകൊണ്ട് ഡേവിഡ് തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി. വീണ്ടും പഴയതിനേക്കാൾ മികച്ച രീതിയിൽ ഒരു സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ ഡേവിഡിന് കഴിഞ്ഞു. നമ്മളിവിടെ ഡേവിഡിൻ്റെ ഈ കഥയിൽ നിന്നും എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, എന്തുകൊണ്ട് ഡേവിഡ് ആ ക്ലേ ബോളുകൾ എറിഞ്ഞു കളഞ്ഞു? ഒറ്റ നോട്ടത്തിൽ കളിമൺ ബോളുകൾ എന്നതിനപ്പുറം ഒന്നും തന്നെ ഡേവിഡിന് അതിൽ കാണുവാൻ കഴിഞ്ഞില്ല. ഏതുപോലെ ചില വ്യക്തികളെ കാണുമ്പോൾ അവരുടെ വസ്ത്രം വെച്ചുകൊണ്ട്, അവരുടെ രൂപം വെച്ചുകൊണ്ട്, അവരുടെ സാമ്പത്തിക സാഹചര്യം വെച്ചുകൊണ്ട്, അവർ വരുന്ന സമൂഹത്തിനെ വെച്ചുകൊണ്ട്, ഒരു പക്ഷേ അവർ വരുന്ന രാജ്യത്തിനെ വെച്ചുകൊണ്ട് ഒക്കെ നമ്മൾ അവർക്ക് വിലയിടാറുണ്ട്. ഒരു ഓഫീസിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ആ ഓഫീസിന്റെ പുറം മൂടി കണ്ടുകൊണ്ട് അതിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രജുഡിസ്റ്റിക് ആവാറുണ്ട്, ജഡ്ജ്മെന്റുകൾ നമ്മൾ എടുത്തു വെക്കാറുണ്ട്. പലപ്പോഴും പല പ്രവൃത്തികളും നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഇവിടെ ഡേവിഡിന് പറ്റിയതും അത് തന്നെയാണ്. ആ പുറമേയുള്ള മോടിയില്ലായ്മ, പുറത്തുണ്ടായിരുന്ന ആ ക്ലേ മാത്രം കണ്ടുകൊണ്ട് ഇത് വെറും ക്ലേ ബോളുകളായിരിക്കുമെന്ന് ഡേവിഡ് ചിന്തിച്ചു. അതിൻ്റെ ഉള്ളിലുള്ള വജ്രക്കല്ലുകളെക്കുറിച്ചോ അങ്ങനെ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചോ ചിന്തിക്കുവാൻ ഡേവിഡിന് കഴിഞ്ഞില്ല. ജീവിതത്തിലും നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തികളെ, സ്ഥാപനങ്ങളെ, പ്രവർത്തികളെ, സംഭവങ്ങളെ ഒക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പക്ഷേ പുറംമോടി ഉണ്ടാകില്ല. പുറത്തൊരു പക്ഷെ അത് പരുക്കനായിരിക്കാം, പുറത്ത് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മുടെ നിർവചനത്തിലുള്ള ഭംഗി അതിനെ പുറമേ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുവാനുള്ള ഒരു മനസ്സ് നമ്മൾ വെച്ചാൽ, അതിനുള്ളൊരു ശ്രമം നമ്മൾ നടത്തിയാൽ, അതിനൊരു പോസിറ്റീവ് മൂവ് നമ്മൾ നടത്തിയാൽ ഇതുപോലെ തിളങ്ങുന്ന വജ്രങ്ങളായിരിക്കും നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുക. അതിന് നമ്മുടെ ജീവിതത്തിനെ ഇന്നത്തതിൽ നിന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. ഓരോന്നിൻ്റെയും ഉള്ളിലേക്ക് പോകുവാനും കാമ്പെന്തെന്ന് കാണാനും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും ശ്രമിക്കാം. അതിനുശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമൃദ്ധിയായിരിക്കും ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത്. മുൻപേ വാ നൻപേ വാ കൂടെ വാ ഉയരേ വാ മുൻപേ വായിൻ അൻപേ വായ് പൂപ്പൂവായ് പൂപ്പൂവായ് നാനാ കേട്ടേൻ എന്നെ നാനേ നാനിയാ നെഞ്ചം சொன்னதே മുൻപേ വാ എൻ അൻപേ വാ കൂടെ വാ ഉയരേ വാ മുൻപേ വാ എൻ അൻപേ
ഒരു അസാധ്യ പാട്ട് തന്നെയാണ് ഈ പാട്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഈ സിനിമ ഇറങ്ങി ജില്ലനൊരു കാതൽ എന്നൊരു സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും ഇന്നത്തെ തലമുറയിലുള്ള യുവാക്കൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. അതെ, എല്ലാവർക്കും എടുത്തു പറയാൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് സോങ് പറയുമ്പോഴത്തേക്ക് ആദ്യം മുൻപേ വാ എന്നുള്ള പാട്ട് തന്നെയാണ് എല്ലാവരും ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. തീർച്ചയായും ഒരുപക്ഷെ നമ്മളുടെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കുന്ന ഓരോ തലമുറയിൽപ്പെട്ടവരുടെയും എന്താ പറയുക ഒരു പൾസ് അറിഞ്ഞൊരു സംഗീത സംവിധാനം വേറെ ഇല്ലെന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ എന്താ പറയുക ലോക പ്രശസ്തനായി നിൽക്കുന്നു. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കാനഡയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥലം തന്നെ ഉണ്ട്. ആ സ്ഥലം അറിയപ്പെടുന്നത് എ ആർ റഹ്മാന് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെന്റ് അദ്ദേഹത്തിന് ആ സ്ഥലത്തിന് ആ ഒരു പേര് നൽകി, അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ നമ്മൾ എ ആർ റഹ്മാൻ സാർ എന്നുള്ള രീതിയിൽ ഒരു മ്യൂസിഷ്യൻ എന്ന രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനുപരി അദ്ദേഹം ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനാഥർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ഒരാൾ തന്നെയാണ് എ ആർ റഹ്മാൻ സാർ. അപ്പോൾ ഒരു മ്യൂസിക് രംഗത്ത് മാത്രമല്ല നമ്മളെ സൊസൈറ്റിക്ക് വേണ്ടുന്ന കാര്യം ചെയ്യാനും താല്പര്യപ്പെടുന്ന ഒരു നല്ലൊരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തെ. അപ്പൊ എന്തായാലും ഇനി നല്ല നല്ല പാട്ടുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിക്കട്ടെ. അദ്ദേഹത്തിന് നല്ലൊരു പിറന്നാൾ നമ്മൾ ഒന്നും കൂടെ ആശംസിക്കുകയാണ്. അദ്ദേഹം ഇനി നല്ല ദീർഘായുസോട് കൂടി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നാളെ വീണ്ടും കാണാമെന്ന ശുഭ പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.